ഈ ഒരു യാത്രയിൽ ഇതിനപ്പുറം എന്ത് സന്തോഷമാണ് നമുക്ക് കിട്ടേണ്ടത്? അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ട് എന്ത് സന്തോഷമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്? എനിക്കറിയില്ല. ഈ കാണുന്നത് എന്താ മനസ്സിലായോ? സ്വന്തം ഈ പൈതങ്ങൾ സ്വന്തം അമ്മച്ചിക്ക് കൊണ്ടു പോവാണ് ഫുഡ്. അത് കൊടുക്കുന്ന കാഴ്ചയാണ്. നമ്മളിന്ന് ഇർസ ഫൗണ്ടേഷൻ്റെ വക കുറച്ച് ഫുഡ് വിതരണം അവരെല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഗ്രാമത്തിലെ ഒരു സ്കൂൾക്ക് അവരൊപ്പം നമ്മളൊന്ന് പോയി നോക്കിയതാണ്. അവരെ ഗസ്റ്റായിട്ട് ഇവിടെ 2 ദിവസമായിട്ട് അവർ താമസിക്കണേ. അപ്പോൾ അതിനുള്ളൊരു വിധി കിട്ടി. നമ്മളവിടെ പോയപ്പോഴാണ് എത്രത്തോളം നമ്മളെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക്. നമ്മളീ കാണുന്ന കുറേ പൈസ ഉണ്ടാക്കലും ഇതൊന്നുമല്ല. പുറത്തോട്ട് ഇറങ്ങി നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഈ യാത്രയിൽ ഏറ്റവും ധന്യമായ ഒരു ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കാരണം ഒരുപാട് പാവപ്പെട്ട ഗ്രാമീണ കുട്ടികളെ വിദ്യാഭ്യാസം, പഞ്ചായത്ത് കുട്ടികൾ വരുന്നൊക്കെയാണ് നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. 200ഓളം പേർക്കുള്ള ഫുഡാണ് അവിടെ നമ്മൾ കൊടുത്തത്. ഓരോരുത്തർ നാട്ടിലുള്ള നമ്മളെ കേരളത്തിലുള്ള ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ അവരുടെ വക ഇർസ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാണ് ഈ കുട്ടികൾക്കും വേണ്ടിയിട്ട്. ഇവിടെ ഇവർ മദ്രസകൾ നടത്തുന്നുണ്ട്, വെള്ളം കുഴൽക്കിണർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. എല്ലാ ദിവസവും ഓരോ ഗ്രാമത്തിലായിരിക്കും ഓരോ നോമ്പുത്തുറകൾ ഇവർ സംഘടിപ്പിക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു മാനസിക സംതൃപ്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ കുട്ടികൾക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ, ചെറിയ ആളുകൾ നമുക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ വണ്ടി വന്നപ്പോൾ, ഫുഡ് വന്നപ്പോൾ, ബിരിയാണി കൊടുത്തപ്പോൾ, ഒരു നേരത്തെ ആഹാരം അവർ ചെയ്തപ്പോൾ അവരെ നന്ദി പറച്ചിലുകളും നമ്മളെ കയ്യിൽ പിടിച്ചിട്ടുള്ള സംസാരങ്ങളും സലാം പറച്ചിലുകളും പൈതങ്ങൾ തിന്നു നോക്കി നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ ഏറ്റവും നല്ല രീതിയിൽ കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള ഒത്തിരി ഫൗണ്ടേഷൻസ് നമ്മളെ കേരള ബേസ്ഡായിട്ടുള്ള ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിന് കിട്ടുന്ന നമ്മളെ പണത്തിനപ്പുറത്തോട്ട് നമുക്ക് ഇതിനെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, സമാധാനം എന്ന് പറഞ്ഞത് അത് എത്ര വില, അതിനെന്ത് വില കൊടുക്കുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഇവരുടെ കൂടെ ഇരുന്നു, ഭക്ഷണം കഴിച്ചു, അവർക്ക് ഫുഡ് വിളമ്പി കൊടുത്തു. ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് ഇർസ ഫൗണ്ടേഷൻ്റെ കൂടെ നമ്മളിന്ന് ഒരു ദിവസം ഫുള്ളായിട്ട് സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ അവസാനം പൈതങ്ങൾ നോക്കി കൊണ്ടുപോകണോക്കി ഫുഡ് കൊണ്ടുപോവാണ്. എന്തിന്? സ്വന്തം അമ്മച്ചിക്കും ഉപ്പച്ചിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജാവി എല്ലാവർക്കുള്ള ഫുഡ് എക്സ്ട്രാ വിളമ്പാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവർ ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചപ്പോൾ ഈ പൈതങ്ങൾ കൊണ്ടുപോവാണ്. അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇവർ നടത്തുന്ന സംഗതിയാണ്. ഏറ്റവും ലാസ്റ്റ് സ്വന്തം വീട്ടുകാർക്കുള്ള ഫുഡും കൂടെ ഇവർ കൊടുക്കുന്നുണ്ട്. ഇവർ കൊണ്ടുപോകും, ചോദിച്ച് വാങ്ങും. ആ ഒരു സ്നേഹം നോക്കി, വീട്ടുകാരോടുള്ള സ്നേഹം, നമ്മളെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു സംഗതിയാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും ഫാമിലിനോടും അയൽവാസികളോടൊക്കെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ നാട്ടിൽ നടക്കുന്ന ന്യൂസുകളൊക്കെ നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തോട് കൂടിയിട്ട് അവരെ കൂടെയുള്ള ഒരു സമാധാനത്തിലുള്ളൊരു ഫുഡ് കഴിക്കൽ, നമുക്ക് ബാലൻസ് ഏറ്റവും ലാസ്റ്റുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അത് എത്ര കിട്ടിയെന്നുള്ളതല്ല, ആ സംതൃപ്തിയോടുള്ള ഹാപ്പി മൊമെൻറ്റ്.